ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഒരു പലഹാരമായിട്ട് ചായക്കുള്ളൊരു പലഹാരമായിട്ടാണ്. ഇന്ന് വൈകുന്നേരം വീട്ടിലുണ്ട് ഇതാ ഇപ്പൊ ഞാൻ ഒരു വാഴ എടുത്തില്ല. നമുക്കൊരു വാഴത്തിനെ കൊണ്ട് എത്ര പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഒരു പഴം ഞാൻ ഇത്ര നൈസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പഴം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്സ് ആണ് പഴംപൊരി. എന്നാലും ഞാൻ അതിനെ ഉണ്ടാക്കുന്നത് കാണിച്ചിടാം. നമുക്കിനി മൈദപ്പൊടി എടുക്കാം. മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കണം. മധുരമുള്ള സാധനമാണെങ്കിലും അതിലൊരു നുള്ള ഉപ്പ് ചേർക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇതും കൂടി നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി എടുക്കാം. നമുക്കിതിൽ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എനിക്ക് സ്പൂൺ കൊണ്ട് അങ്ങനെ റെഡി ആവുന്നില്ല, കൈ വെച്ച് ശരിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അപ്പക്കാരം ഒരുപാട് ചേർക്കുന്ന അത്ര നല്ലതൊന്നല്ല. എപ്പോഴെങ്കിലൊക്കെ കുടുംബം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചാൽ നല്ലത്. എന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇത് നല്ല പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പക്കാരം ചേർത്തിട്ടുള്ളത്. ചെറിയ മക്കൾക്ക് അധികം അപ്പക്കാരിട്ടിട്ട് കൊടുക്കുന്നതൊന്നും അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിട്ട് നമുക്ക് നല്ലൊരു പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും വേറെ ഇല്ലാത്ത കാക്കയും പക്ഷികളൊക്കെ ഇപ്പൊ എവിടെ നിന്ന് വന്നോ ആവോ. അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആ മാവ് ആടുന്ന് കുഴക്കുന്ന സമയത്ത് ചട്ടി ചൂടാക്കി എണ്ണ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാലോ അതിന് വേണ്ടിയിട്ട്. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started.
ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ പഴവും കൂടി റെഡിയാക്കി എടുക്കാം. അങ്ങനെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്.